തൃശ്ശൂർ ജില്ലയിലെയും കേരളത്തിലെമ്പാടുമുള്ള മലയാളികളുടെ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് ഇൻഡിമേറ്റിന് ഇത്ര വളർന്നു വലുതായത്. ഓരോ ദിവസവും അപ്ഡേഷൻ ചെയ്തില്ലെങ്കിൽ ഈ കോർപ്പറേറ്റ് റോഡ് മത്സരിക്കുമ്പോൾ ഇൻഡിമേറ്റും നല്ല ഏതൊരു മാട്രിമോണിക്കും പിടിച്ചേക്കാൻ പറ്റും. അപ്പോൾ ആ കാലഘട്ടം മാറുന്നതിനനുസരിച്ച് ഇൻഡിമേറ്റും ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ചെറിയ ഓഫീസായിട്ട് ഇരിഞ്ഞാലക്കുടയിൽ ആരംഭിച്ച ഒരു പ്രസ്ഥാനം ഇന്ന് കേരളത്തിലെമ്പാടും ഉണ്ട്. ലോകത്തെമ്പാടുമുള്ള മലയാളികൾ അവരെ ഇൻഡിമേറ്റിന് ഒരു ചരിത്രം ഇക്കാലം അത്രയും ഉണ്ടാക്കി തന്നിട്ടുണ്ടെങ്കിൽ അത് ഈ തൃശ്ശൂർ ജില്ലയിലെയും കേരളത്തിലെമ്പാടുമുള്ള മലയാളികളുടെ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് ഇൻഡിമേറ്റിന് ഇത്ര വളർന്നു വലുതായത്. അത് മാത്രമല്ല, ഇൻഡിമേറ്റ് മാട്രിമോണിയുടെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം വെച്ച് കഴിഞ്ഞാല് വൺ ടൈം രജിസ്ട്രേഷൻ, കല്യാണം നടക്കുന്ന ഒരു സർവീസ്, ഒറ്റ തവണ രജിസ്ട്രേഷൻ, വിവാഹം വരെ സർവീസ് എന്നുള്ളതാണ് നമ്മൾ സ്റ്റാർട്ട് മുതൽ 25 വർഷം തുടങ്ങിയപ്പോൾ മുതലുള്ള. അന്ന് മറ്റു മാട്രിമോണി ഒന്നും കാര്യമായിട്ട് മാട്രിമോണി ഉള്ള കാലമല്ല. നാട്ടിലെ ഏതെങ്കിലും പണ്ടത്തെ ബ്രോക്കർമാര് ആ പഞ്ചായത്തിലുള്ള ആളുകൾ അങ്ങോട്ട് വിവാഹം കഴിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ് അന്ന്. അപ്പൊ അന്നേ നമ്മൾ ആലോചിച്ച ഒരു കാര്യം, ഇതിന്റെ അകത്ത് ഒരുപാട് പ്രൊഫഷണലിസം ആവശ്യമുള്ള ഒരു കാര്യമാണ്. ഒരു ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് അയാൾക്ക് നല്ലൊരു പാർട്ണർ കിട്ടാന്നുള്ളതാണ്. അപ്പൊ ആ കാലഘട്ടം മാറുന്നതിനനുസരിച്ച് ഇൻഡിമേറ്റും ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും അപ്ഡേഷൻ ചെയ്തില്ലെങ്കിൽ ഈ കോർപ്പറേറ്റ് റോഡ് മത്സരിക്കുമ്പോൾ ഇൻഡിമേറ്റും നല്ല ഏതൊരു മാട്രിമോണിക്കും പിടിച്ചേക്കാൻ പറ്റില്ല. കഷ്ടപ്പെട്ട് ആരും ഇഷ്ടപ്പെടേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് വേണ്ടുന്ന എല്ലാവിധ ക്വാളിറ്റീസും ഒത്തിണക്കി കൊണ്ടുവരുന്ന ഒരു ലൈഫ് നമുക്ക് മുൻപിലേക്ക് ഇൻഡിമേറ്റ് മാട്രിമോണി തരുന്നുണ്ട്. അതില് സാറ്റിസ്ഫൈ ചെയ്താൽ മതി അല്ലെ. കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടിട്ട് കാര്യമില്ല. അതായത് അവർ ചോദിച്ചാൽ അധികം പോകൂല. ഇൻഡിമേറ്റ് മാട്രിമോണി ഇൻഡിമേറ്റ് ഡിവോഴ്സ് മാട്രിമോണി കൂടി പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. വിവാഹത്തെ ബന്ധം തകർന്നു പോയ ആളുകൾക്ക് നല്ല ഒരുപാട് സെക്കൻഡ് മാരേജുകൾക്ക് വിവാഹം ഒരുക്കി കൊടുത്ത ഒരു സ്ഥാപനമാണ് ഇൻഡിമേറ്റ് മാട്രിമോണി.